ഗർഭമാക്കിയോ? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാമല്ലോ. ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? ബാറിൽ പോയി കണ്ണി കണ്ടവന്മാരെ തോളെ കയറി ചാരി അവന്മാരെ മടി കയറി ഇരുന്നിട്ട് ഉണ്ടു മുറങ്ങി നിൽക്കുന്നത് കണിക്കല്ലടാ മുത്തേ, മുറിഞ്ഞിരിക്കുക ചുണ്ട് മുറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ടവന്മാർക്ക് തുറന്നു വെച്ച് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാനാണോ? അല്ലല്ലോ. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നിന്റെ വളർത്തുന്നവൻ അടക്കം വന്നിട്ടിരുന്നിട്ട് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തല്ലേ? എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് അവൻ നിന്റെ പൈസ വാങ്ങാതായത്? നീ എരന്ന് ചോദിക്കുമ്പം അറിഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പണമല്ലോ. രേണുസുതി ഇന്നലെ ഒരു കൊട്ടിക്കലാശമായിട്ട് വന്നു. കൊട്ടിക്കലാശമല്ല, ഒരു കൊടുങ്ങല്ലൂർ സ്റ്റൈൽ ഒരു റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഷെബീന ബീബിയെ പറയുന്നുണ്ട്, അതിൽ ബ്ലോഗ്സിനെ പറയുന്നുണ്ട്, ബീബിയെ പറയുന്നുണ്ട്, കൂട്ടത്തിൽ എനിക്കും കൂടെ താങ്ങി തരുന്നുണ്ട്. അപ്പൊ അതിന് നല്ലതായിട്ട് ഒരു മറുപടി കൊടുക്കേണ്ട അത്യാവശ്യമില്ല. അപ്പൊ നമ്മളോട് എരന്നിരുന്ന് ചോദിക്കല് ഇപ്പൊ എന്തിനാണ് രേണു ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും ബിഗ് ബോസിന്റെ ചർച്ചയൊക്കെ ആയിട്ട് വരും. അപ്പൊ വേറെ കോൺട്രവേഴ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് രേണു എന്നുള്ള സബ്ജക്ട് അവിടെ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഏതോ ഒരു ചാനലിന് കൊടുത്തുകൊണ്ട് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു ചാനൽ എന്ന് പറയും. കാരണം ആ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ഈ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു ചാനല്. അപ്പൊ ആ ചാനലിന് വേണ്ടിയിട്ട് ഘോര പ്രതിഷേധിച്ചുകൊണ്ട് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു റിയാക്ഷൻ തന്നുകൊണ്ട് രേണു എന്തൊക്കെയോ കടന്ന് പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രേണു ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗമെല്ലാം മാറിക്കഴിഞ്ഞാൽ സുവിശേഷ പ്രസംഗത്തിന് പോകുമെന്ന്. അപ്പം ബോധ്യമായി ഇതാണ് രേഷ്മ പി തങ്കച്ചന്റെ സുവിശേഷ പ്രസംഗം. മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതാണ് ഈശോയ്ക്ക് വേണ്ടി കരുതി വെക്കുന്നത് അല്ലേ? അപ്പൊ നല്ലതാണ്. ഇതെന്താണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിനുള്ള ഒരു ഒന്നാന്തരം പ്രൊമോഷനാണ്. കാരണം എന്റെ പൊന്നടെ നിങ്ങളുടെ കീമോ സർക്കാരിനുള്ള ഒരു പ്രൊമോഷനാണ്. വീട്ടു സന്ദേശം വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചോട്ടോ ഈ സാധനത്തില്. കാരണം എന്താണെന്നറിയോ, ഇത്രയും കീമോ 2-3 കീമോയ്ക്ക് ശേഷം അതിശക്തമായിട്ട് പഴയതിനും വളരെ വെടുപ്പായിട്ട് ആ പഴയതിനേക്കാൾ നല്ല ഊർജ്ജസ്വലമായിട്ട് രേണു കംബാക്ക് ആയേക്കാണ്. അപ്പൊ ഇത് ഡോക്ടർമാരുടെ ഒരു കഴിവേ. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിൽ എന്നാ ചുമ്മാവാ? ഇതാണ് പവർ. അപ്പൊ എന്തായാലും വെച്ച് താമസിക്കുന്ന രേണുവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. അപ്പൊ 1 by 1 ആയിട്ട് തുടങ്ങാം. ഇത് ഒരു വീഡിയോ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗർഭമാക്കിയോ? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാമല്ലോ. ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭമാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയ്യോ രേണുവിനങ്ങ് കുരു പൊട്ടി, രേണുവിനങ്ങ് ബിംബി. കാരണം എന്താണ് അവരും പറഞ്ഞു, രേണുവും പറഞ്ഞു പൈസ വാങ്ങിച്ചാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കോണസ്റ്റ് ചോദ്യം വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള പൈസയും കൈപ്പറ്റുണ്ടെങ്കിൽ പൈസ അവർക്ക് ആവശ്യമാണ് ഈ അവസരത്തിൽ വേണ്ട പോട്ടെ. പക്ഷെ എന്നാലും ആ പൈസ വാങ്ങിച്ചുള്ള കൂറ് കാണിക്കണമല്ലോ. ഇത് എന്താണ്? ഇത് തംലൈൻ ഈസ് നോട്ട് എ പ്രോമിസ്. നമ്മൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കുറച്ചധികം തംലൈൻ ഇടാനുണ്ട്. അപ്പൊ ഞാനും മിസ്ലീഡിംഗ് ആയിട്ട് തമ്പ് അടിക്കാറുണ്ട്, അതിലും അടിക്കാറുണ്ട്. അങ്ങനെ ഒരു തമ്പാണ് ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് രേണു ശ്രദ്ധിച്ചില്ല. അപ്പൊ തമ്പ് അതൊരു ക്ലിക്ക് ബൈറ്റിനായിട്ട് ഇടുന്നതാണ് എന്ന് അതറിയാം. രേണുവിന് നന്നായിട്ട് അറിയാം. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾക്കും അറിയാം, ഈ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. പക്ഷെ അത് ക്ലിക്ക് ചെയ്ത് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ ഈ തമ്പിനെക്കാളും ഇരട്ടിക്ക് 10 ഇരട്ടി ഐറ്റം സാധനങ്ങൾ ഞങ്ങളുടെ ഫോണിലും കാര്യങ്ങളും എല്ലാം കടപ്പുണ്ട്. രേണു മനഃപൂർവ്വം ഇടാത്ത, അതിന്റെ ആവശ്യമില്ല. ഇനി എന്താണോ ഈ പബ്ലിക്ക് കൊണ്ടിടുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതല്ല ഇതിന്റെ 100 ഇരട്ടി വേർഷൻ രേണുവിന്റെ പല വേർഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ചരിത്രങ്ങൾ വേണോ രേണു നിനക്ക്? നിന്റെ ചരിത്രങ്ങളാണോ? നീ മറന്നിരിക്കുന്ന ചരിത്രങ്ങൾ വേണോ? പറഞ്ഞു തരണം, ഓർമ്മിപ്പിക്കണോ? എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ 2-2.5 മണിക്കൂറിനുള്ള റെക്കോർഡ് സെക്ഷൻ ആണ് എന്റെ ഇരിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി നിങ്ങളുടെ വീട്ടുകാർ സ്ഥിരമായിട്ട് നിങ്ങളെ ഫോൺ വിളിച്ച് അത്ര അടുത്ത് നിൽക്കുന്നവർ തന്നെ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. വിത്ത് എവിഡൻസോടെ, വിത്ത് പ്രൂഫ്. പറയണോ? നിനക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ വിളിക്കും. ഞാൻ അത് എന്തൊക്കെയാണ് 1 by 1 ആയിട്ട് നിനക്കൊന്ന് പറഞ്ഞുതരാം. അങ്ങനെയും നീ കുറച്ച് നടങ്ങുമല്ലോ, പൊടിക്കടങ്ങ്. പിന്നെന്നറിയോ, നമ്മൾ വിട്ടുകളഞ്ഞ കേസാണ്. രേണുവിന് ഇങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ട്. ഞാൻ അതുലിനോടും പറഞ്ഞു, ഡാനിയോടും പറഞ്ഞു കേട്ടോ, എടാ നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ, രേണുവിനെ പോയി കാണണം. എന്നാൽ ഈ അസുഖം തുടങ്ങിയ സമയത്ത് പോയി കാണാം. അപ്പൊ അതിലൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൽ എന്താണെന്നൊന്നും മിണ്ടാഞ്ഞത്. പക്ഷെ ഡാനി എന്നോട് പറഞ്ഞു അതിന്റെ ഒരു ആവശ്യവും ഇല്ല, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് അവൻ മിണ്ടാതെ നിന്നതിന്റെ ഒരു ഇതെനിക്ക് മനസ്സിലായി. കാരണം അതിൽ എത്രയോ ദീർഘവീക്ഷണമുള്ളവനാണ് മോനെ അളിയ. അപ്പൊ എന്താണ് ബിബി പറഞ്ഞതിന് എന്താണ് ചോദിപ്പിക്കാനുള്ളത്? ബിബി പറഞ്ഞത് കറക്റ്റാണ്. ബിബി പറഞ്ഞത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടോ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാണേലും 2 പെട വെച്ച് കൊടുക്കും. രേണുവിന് അത് പറ്റത്തില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോളിഗ്രാഫ് മെഷീൻ ഒന്നും വേണ്ട. ഇവർ തമ്മിലുള്ള ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോളിഗ്രാഫ് മെഷീൻ ഒന്നും വേണ്ട.
അപ്പൊ ആങ്കറും ഈ രേണുവും തമ്മിലുള്ള ഒരു ടൈപ്പ് എന്താ വെച്ചാൽ നമ്മളോട് ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്ന് നേരത്തെ ആങ്കർ പറഞ്ഞിരിക്കും. അത് ഇങ്ങനെ ഒരു അസുഖം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും, രേണുവിനോട് പറയും. അപ്പൊ അത് രേണു ഓക്കെയാണ്, എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ രേണു അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഹനാനെ കഴിഞ്ഞ ഇന്നാൾ ഇതുപോലെ ഒരു സമയത്ത് കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനൊരു മറുപടി ഒന്നും ഇല്ല. ഇല്ല അല്ലേ? അതിന് മറുപടി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ, വ്യക്തം തെളിവ് സഹിതം കിട്ടിയായിരുന്നു. പറയിപ്പിക്കരുതേ ഇങ്ങനെ കിടന്നിട്ട് ചൊറിയാൻ വന്ന മോളെ പറഞ്ഞു പോകും. ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഈ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട, എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതിനുള്ള മറുപടി നമ്മൾ അതിൽ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല, അടുത്ത 2ാമത്തെ ഡോസ് പുറകിന് വരും. വെയിറ്റ് ആൻഡ് സീ. അപ്പം എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് നമുക്ക് തുടങ്ങിയിട്ട് ബാക്കിയുള്ളവരിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കാര്യമാണല്ലോ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ മറ്റുള്ളവർ പറഞ്ഞോളൂ. വെറുതെ വിട്ട് അവർക്ക് പട്ടിയുടെ വാല് 12 കൊല്ലലിട്ടാലും അത് ഒരിക്കലും അത് നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട് അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ നീയൊക്കെ അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ. അപ്പൊ ഞാനാണല്ലോ അത് പറഞ്ഞത്, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. രേണുവിനെ നന്നാക്കാൻ എനിക്ക് നല്ല പടച്ച തമ്പുരാന് പോലും കഴിയത്തില്ല. രേണു അത് 1 by 1 ആയിട്ട് തെളിയിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ തെറ്റാണോ? ഞാൻ മാത്രമല്ല, ഈ കാണുന്നവരെ സകലമായ ആൾക്കാരും പറഞ്ഞു അത് കറക്റ്റ് ആണ്. എന്റെ കമന്റ് ബോക്സ് വന്ന് നോക്ക്, 200, 300, 400 ഒക്കെ കമന്റ്സ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വരുന്നത്. ഇൻസ്റ്റയിലൊക്കെ ഓടുന്നത് ലക്ഷക്കണക്കിനാണ് വ്യൂസ് ഓടുന്നത്. ലൈക്ക് തന്നെ എന്തായാലും ഉണ്ടെന്ന് അറിയുവോ? അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? രേണുവിന് പറയുന്ന ഈ ഒരു രേണുവിന് പോലും ബോധമില്ല എന്താണ് രേണു പറഞ്ഞു വെക്കുന്നുള്ള. രേണുവിനും ഇല്ല, രേണുവിന്റെ വീട്ടുകാർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. പിന്നെ ഡാഷ് മോളെ അല്ലേ? അപ്പൊ എന്റെ പൊന്നു മോളെ രേണു, ഞാനാണോ ദുബായി പോയി കിടന്നിട്ട് അഴിഞ്ഞാടുന്നത്? ഞാനാണോ കണ്ണി കണ്ട ബാറിൽ പോയി കണ്ണി കണ്ട അവന്മാരുടെ തോളെ കയറി ചാരി അവന്മാരുടെ മടി കയറി ഇരുന്നിട്ട് ഉണ്ടുമുറങ്ങി നിൽക്കുന്നത്? കടിക്കല്ലാടാ മുത്തേ, മുറിഞ്ഞിരിക്കുക, ചുണ്ട് മുറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട അവന്മാർക്ക് തുറന്നു വെച്ച് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാനാണോ? അല്ലല്ലോ. ഇതെല്ലാം ചെയ്തേക്ക് നിന്റെ വളർത്തുമകൻ അടക്കം വന്നിട്ടിരുന്നിട്ട് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തല്ലേ? എന്തുകൊണ്ടാണ് അവൻ റിയാക്ട് ചെയ്തത്? എന്ന് തൊട്ടാണ് അവൻ നിന്റെ പൈസ വാങ്ങാറായത്? നീ കടിക്കില്ലടാ മുത്തേ. 10 മിനിറ്റുള്ള വീഡിയോ എന്റെ കയ്യിൽ കിടപ്പുണ്ട് രേണു, 10 മിനിറ്റുള്ള വീഡിയോ. നീ ഇതിനകത്ത് എന്തൊക്കെ കോപ്രായമാണ് കാണിച്ചത്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ ചാറ്റാണ് വന്നത്, അതിനനുസരിച്ചാണ് നീ അത് കാണിച്ചോണ്ടിരുന്നത്. എവിടെയൊക്കെ നീ തുറന്നിട്ട് കാണിച്ചു. എന്നിട്ട് നാണമില്ലാത്തവര് ഞങ്ങൾ ആവശ്യത്തിന് തുണിയും മണിയൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. നീയാണ് ഈ പൈസയ്ക്ക് വേണ്ടി 10 പൈസയ്ക്ക് വേണ്ടി കണ്ടാവന്മാരുടെ മുന്നിൽ ആ സെറ്റപ്പ് ഇറക്കിക്കൊണ്ട് വരുന്നത്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല. എന്നിട്ട് നിനക്ക് നാണം ഉളുപ്പും ഇല്ല പെങ്കോച്ച, ഇങ്ങനെ ഇവിടെ കിടന്ന് ആലയ്ക്കാൻ. നിന്റെ ഈ സാഹചര്യം എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നീ എന്താണ് മുമ്പ് എന്താണ് പറഞ്ഞത്? നീ സുവിശേഷ പ്രസംഗത്തിന് പോകുന്നു, ഇതിൽ നിന്ന് എഴുതിയിട്ടുണ്ട് സുവിശേഷ പ്രസംഗത്തിന്. ഇതാണ് രേഷ്മ പി തങ്കച്ചിന്റെ സുവിശേഷ പ്രസംഗം. നന്നായിട്ടുണ്ട്. ഇത് ഈ ഒരു വീഡിയോ ഒക്കെ ഒതുങ്ങത്തില്ല കേട്ടോ. ഞാൻ 2ാമതൊരു വരവും കൂടെ വരേണ്ടി വരും ഈ വീഡിയോ ഫുൾ ഒന്ന് റിയാക്ട് ചെയ്ത് കഴിയണമെങ്കിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ആങ്കർ ചോദിച്ച ചോദ്യമാണ്, കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ? എന്തോ ഒരു വൃത്തിയുടെ ചോദ്യമാണത്. ഏതൊരമ്മയ്ക്ക് അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? എനിക്കൊന്നും പറ്റത്തില്ല. പോട്ടെ, അമ്മയ്ക്ക് പറ്റും. നമ്മൾ അയലത്തെ ഒരു പിള്ളേരെ പിടിച്ച് നമ്മൾ എന്നും കൊച്ചിയിലെ തൊട്ട് നമ്മൾ എടുത്ത് വളർത്തി, അയലത്തെ പിള്ളേരെ നമ്മൾ കൊഞ്ചിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു പിള്ളേരെ കുറിച്ച് ഇങ്ങനെ നമ്മളെ കൂട്ടി ഇങ്ങനെ പറയാന്ന് വെച്ചു. നമ്മൾ സെക്കൻഡ് കൊടുക്കത്തില്ലേ? ചെപ്പക്കുറ്റി നോക്കി 2 അല്ലെങ്കിൽ 2 തെറിയെങ്കിലും വിളിക്കത്തില്ലേ? അപ്പൊ അവർക്ക് ഇളിച്ചോണ്ടിരിക്കാൻ അറിയാം. ഇതല്ല, ഇതാണോ രേണു വളർത്തി എന്ന് പറഞ്ഞത്? എവിടെ വളർത്തി? ഏതൊരു പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയും വളർന്നോളൂ. നോക്കി എങ്ങനെ നോക്കി? കിച്ചുവിനെ എങ്ങനെ നോക്കി? കണ്ണുകൊണ്ട് നോക്കിയോ? കാഴ്ചയുള്ളവർക്കെല്ലാം കാണാൻ പറ്റും, കണ്ണുകൊണ്ട് നോക്കിയോ? എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഞങ്ങളൊക്കെ എന്നെ അരിയാഹാരമല്ല കഴിക്കുന്നത്, ഞങ്ങൾക്ക് എന്നെ ബോധമില്ലേ? ഒരമ്മമാരും പറയത്തില്ല. നോക്കിയും ഏതെങ്കിലും അമ്മമാര് നോക്കിയതിന്റെയും എടുത്തതിന്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് വരുവോ? ഒരിക്കലും വരുത്തില്ല. ഈ എടുത്ത് വെച്ച് കൊടുത്തതിന്റെ എല്ലാം കൂടെ വന്ന് പബ്ലിക്കിൽ കൊണ്ടിടുവോ? ഒരിക്കലും ഇല്ല. ഇതെന്തുവാണ് ഇത്? വീഡിയോ നല്ല ലെൻഡി ആവുന്നുണ്ട്, എനിക്കും സമയമായിട്ടുണ്ട്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കുറെ നാളായിട്ട് വീഡിയോ ചെയ്യാതെ കിടക്കുകയാണ്. അപ്പം അതൊന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ പിന്നെ ബൈ.